നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്ക് അവസാനമില്ല. അനിയന്ത്രിതമായ കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന പേരിൽ അദ്ദേഹം നടപ്പിലാക്കുന്ന നടപടികൾ മനുഷ്യാവകാശത്തെയും അന്താരാഷ്ട്ര സഹകരണത്തെയും തകർക്കുന്ന തരത്തിലാണ്. അമേരിക്കൻ അതിർത്തികളിൽ മതിൽ കെട്ടുന്നതിൽ നിന്ന് ആരംഭിച്ച് മറ്റു രാജ്യങ്ങളിലെ ആഭ്യന്തര നയങ്ങളിലും ഇടപെടൽ നടത്തുന്നത് വരെ ട്രംപിന്റെ സമീപനം ലോകത്തിനു മുന്നിൽ ഒരു അതിക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ ആദ്യം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ആരംഭിച്ചത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം അമേരിക്കയുടെ വികസനവും സുരക്ഷയും അന്യരാജ്യങ്ങളിലെ ജനങ്ങളുടെ വിലയിൽ നേടിയെടുക്കാമെന്ന ധാരണ ജനങ്ങളിലേക്ക് വിതച്ചതാണ്. മെക്സിക്കോ അതിർത്തിയിൽ മതിൽ നിർമ്മാണം, അഭയാർത്ഥികളെ തിരികെ അയക്കൽ, വിദേശ പൗരന്മാർക്കുള്ള വിസ നിയന്ത്രണങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. പക്ഷേ ഈ നയങ്ങൾ അമേരിക്കയുടെ നീതിബോധത്തെയും മനുഷ്യാവകാശ പ്രതിബദ്ധതയും തന്നെ ചോദ്യം ചെയ്യുന്നു. ട്രംപ് ദാരിദ്ര്യത്തിൽ നിന്നും, യുദ്ധത്തിൽ നിന്നും, പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയെത്തുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു. കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും വേർതിരിച്ച് തടവറകളിൽ അടച്ചു വെച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന ക്രൂരമായ പെരുമാറ്റങ്ങളായി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വരെ ഇത് ചോദ്യം ചെയ്തു. ഐക്യരാഷ്ട്രസഭയെയും ആംനസ്റ്റി ഇന്റർനാഷണലെയും ഈ പ്രവർത്തനങ്ങളെ മനുഷ്യത്വ വിരുദ്ധമെന്ന് വിളിച്ചു. അതേ ട്രംപിന്റെ വെനസ്വേല തീരപ്രദേശത്ത് നടത്തിയ സൈനിക വ്യോമാക്രമണങ്ങളിലും ശക്തമായ പ്രതിഷേധം നേരിടുകയാണ്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വെനസ്വേല തീരപ്രദേശത്ത് നടത്തിയ സൈനിക വ്യോമാക്രമണങ്ങളെ നിയമവിരുദ്ധ കൊലപാതകങ്ങൾ എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖ സെനറ്ററായ റാൻഡ് പോൾ വിശേഷിപ്പിച്ചത്. ഫോക്സ് ന്യൂസിനോട് നടത്തിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ സ്വന്തം പാർട്ടിയിലേക്കുള്ള ഈ കടുത്ത വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ചില ആഴ്ചകളിലായ അമേരിക്കൻ സേന വെനസ്വേല തീരത്ത് നടത്തിയ 8ഓളം വ്യോമാക്രമണങ്ങളിൽ 40ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇവർ മയക്കുമരുന്ന് കടത്തുകാരാണെന്നായിരുന്നു വൈറ്റ് ഹൗസിന്റെ വാദം. എന്നാൽ കോൺഗ്രസിനോ പൊതുജനങ്ങൾക്കോ യാതൊരു തെളിവും സമർപ്പിക്കാതെ കൊലപാതകങ്ങൾ നടത്തുന്നതായി റാൻഡ് പോൾ ആരോപിച്ചു. ആരാണ് കൊല്ലപ്പെട്ടത്? അവർ ആയുധധാരികളായിരുന്നോ? എന്താണ് തെളിവ്? എന്നിങ്ങനെ ന്യായമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവും മറ്റൊന്നും ഭരണകൂടം വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ചൈനയും ഇറാനും പോലെ കുറ്റാരോപിതരെല്ലാം തെളിവില്ലാതെ കൊല്ലുന്ന രീതിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റാൻഡ് പോളിന്റെ നിലപാട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒഹിയോയിലെ ബേർണി മൊറീനോയും വയോമിംഗിലെ സെനറ്റർ സിന്തിയ ലൂമീസും അടക്കമുള്ള റിപ്പബ്ലിക്കൻ നേതാക്കൾ ട്രംപിന്റെ നടപടിയെ പിന്തുണച്ചിരുന്നു. എന്നാൽ പോൾ ഡെമോക്രാറ്റ് സെനറ്റർമാരായ ടിം കൈൻ, ആഡം ഷിഫ് എന്നിവരോടൊപ്പം ട്രംപിന്റെ വെനസ്വേലയിലെ സൈനിക നീക്കങ്ങൾ തടയാൻ വാൻ പവേഴ്സ് റെസൊല്യൂഷൻ അവതരിച്ചെങ്കിലും അത് സെനറ്റിൽ ഭൂരിപക്ഷം നേടാതെ പരാജയപ്പെട്ടു. നമ്മുടെ രാജ്യത്തിലേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരെല്ലാം നാം കൊല്ലും, അവരെ നാം ജീവനോടെ വിടില്ല എന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ട്രംപ് തന്റെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് വ്യക്തമാക്കി. ട്രംപിന്റെ ഈ നിലപാടിനോട് മുൻപും റാൻഡ് പോൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കാൻ സൈന്യം വിന്യസിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തോടും പോൾ കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. ഇത് നിയമവിരുദ്ധവും അമേരിക്കയുടെ പ്രതിച്ഛായയെ തകർക്കുന്നതുമായ നടപടിയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ ജോലിയല്ല, അത് നിയമപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് അദ്ദേഹം അന്ന് തുറന്നടിച്ചത്. റാൻഡ് പോളിന്റെ പ്രസ്താവനകൾ ഇപ്പോൾ ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് നടത്തുന്ന സൈനിക നീക്കങ്ങളുടെയും ഭരണഘടനാ അധികാരങ്ങളുടെയും മേൽ പുതിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ നീതിയും ഭരണഘടനാ മൂല്യങ്ങളും കാക്കുന്നതാണ് യഥാർത്ഥ ദേശസ്നേഹമെന്ന് റാൻഡ് പോൾ ഫോക്സ് ന്യൂസിൽ നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയപ്പോൾ ട്രംപിന്റെ പിന്തുണക്കാരെ ഉൾപ്പെടെ പലർക്കും അതൊരു അപ്രതീക്ഷിത വെല്ലുവിളിയായി തോന്നിയിരുന്നു. വെനസ്വേല തീരത്ത് നടക്കുന്ന ഈ വ്യോമാക്രമണങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര തലത്തിലും മനുഷ്യാവകാശ സംഘടനകളിലും യുഎസിനെതിരെ പ്രതികരണങ്ങൾ ഉയരുകയാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം ഇപ്പോഴും അതിനെ മയക്കുമരുന്ന് വിരുദ്ധ യുദ്ധത്തിന്റെ ഭാഗം എന്ന നിലയിൽ ന്യായീകരിക്കുകയാണ്. പല രാജ്യങ്ങൾക്കും മേൽ ആധിപത്യം പുലർത്താൻ ട്രംപ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യ അമേരിക്കൻ രാജ്യങ്ങളായ ഹോണ്ടുറാസ്, ഗോട്ടിമാല, എൽ സാൽവഡോർ എന്നിവയെ കടുത്ത സമ്മർദ്ദത്തിലാക്കി അവിടുത്തെ അഭയാർത്ഥികളെ തടയാൻ നിർബന്ധിതമാക്കി. ഇതിലൂടെ അവിടുത്തെ സാമ്പത്തികവും സാമൂഹികവുമായ സ്ഥിതി കൂടുതൽ മോശമാക്കി. അമേരിക്കൻ സഹായം നിർത്തുമെന്നും വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. അവരെ സ്വന്തം നാടുകളിൽ തന്നെ തടവിലാക്കുന്നതിന് തുല്യമായ സാഹചര്യം ട്രംപ് സൃഷ്ടിച്ചു. ട്രംപിന്റെ നീക്കങ്ങൾ വെറും കുടിയേറ്റ നിയന്ത്രണം മാത്രമല്ല, രാഷ്ട്രീയ പ്രചരണം കൂടിയായിരുന്നു. 2020 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റ വിരുദ്ധ പ്രസ്താവനകൾ മുഖേന അദ്ദേഹം തന്റെ വോട്ട് ബാങ്ക് ഉറപ്പാക്കുകയായിരുന്നു. കുടിയേറ്റം ഒരു ആഗോള പ്രതിഭാസമാണ്. യുദ്ധങ്ങൾ, ദാരിദ്ര്യം, കാലാവസ്ഥാ മാറ്റം തുടങ്ങിയവയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. ഇതിനെ നിയന്ത്രിക്കുന്നതിന്റെ പേരിൽ മനുഷ്യരെ പീഡിപ്പിക്കുകയല്ല പരിഹാരം.
രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും നീതിയും മാത്രമാണ് പ്രശ്നപരിഹാരത്തിന്റെ വഴിയെന്നത് ട്രംപ് തിരിച്ചറിയാതെ പോയി. ട്രംപിന്റെ ഈ കുടിയേറ്റ നയങ്ങൾ ചരിത്രത്തിൽ ഒരിക്കലും നീതിയുടെ ഭാഗമാവില്ല. അവ മനുഷ്യാവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും സഹജീവിതത്തെയും നശിപ്പിച്ച കറുത്ത അധ്യായമായി മാത്രമേ ഓർക്കപ്പെടൂ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച